സ്പോർട്സിലേക്ക് പോവാം. അതെ, എന്താണ് സ്പോർട്സിൽ സംഭവിച്ചത്? എന്താണ് പറയൂ. എനിക്ക് വലിയ ധാരണയില്ല. അനൂപ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പെട്ടെന്ന് അനൂപ് ഉണ്ടായിരുന്നെങ്കിൽ സ്പോർട്സിൽ അനൂപ് ഉണ്ടായിരുന്നെങ്കിൽ കിലോ. അതെ അതെ അതെ, ഞങ്ങൾ ഇത്രയും പറഞ്ഞതിനേക്കാൾ ഹൈ ലെവലിൽ അവൻ 2 പേജിലെ കാര്യം പറയും. സ്പോർട്സ് എത്തിക്കഴിഞ്ഞാൽ അവനെന്തോ അല്ലേ മിസ് ചെയ്യുന്നുണ്ടോ? നാളെ തൊട്ട് നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്തോ MDM അടിച്ച പോലെ അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല, അതായത് ഒരു കിക്ക് വരുന്ന ഉദ്ദേശിച്ചത്. ചിലർക്ക് അതാണല്ലോ, ചിലർക്ക് അതൊരു ലഹരി, ചിലർക്ക് ഇതൊരു ചിലർക്ക് ഇതൊരു ലഹരി. അത് തന്നെ. അപ്പൊ സ്പോർട്സ് പേജ് എന്നുള്ളൊരു ലഹരിയിലേക്ക് ഞങ്ങൾ പോകുവാണ്. എന്തായാലും എവിടുന്ന് തുടങ്ങും എന്നാണ് ഞാൻ തുടങ്ങാം. കോഹ്ലിനെ പിന്നിലാക്കി, കോഹ്ലിനെ ഇല്ലാതാക്കിയതല്ല, പിന്നിലാക്കി വില്ലി വന്നിരിക്കുകയാണ്. വില്ലി യെസ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് നേടുന്ന ആദ്യ ന്യൂസിലൻഡ് താരമായി കെയ്ൻ വില്യംസൺ വന്നിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിലാണ് വില്യംസൺ നേട്ടത്തിലെത്തിയത്. ടെസ്റ്റ് ചരിത്രത്തിൽ ഈ നേട്ടത്തിലെത്തുന്ന 19ാമത്തെ താരമാണ് വില്യംസ്. ഇതോടെ ഫാബ് 4-ലെ 4 താരങ്ങളും 9,000 റൺസ് മാർക്ക് പിന്നിട്ടിരിക്കുകയായിരുന്നു. വിരാട് കോഹ്ലി, ജോ റൂട്ട്, സ്റ്റീവ് സ്മിത്ത് എന്നിവരാണ് മറ്റു താരങ്ങൾ. അവരെല്ലാം അവരുടെയൊക്കെ കൂടെ ഒപ്പം നിൽക്കാൻ നമ്മുടെ വില്ലി വന്നിരിക്കുകയാണ്. അപ്പൊ വില്ലി വിരാട് കോഹ്ലിയെ മറികടന്നിരിക്കുന്നു എന്നുള്ള നമുക്ക് ഇന്ത്യക്കാർക്ക് ഒരു ദുഃഖകരം, എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിന് ഒരു ശുഭകരമായ വാർത്തയാണ്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സന്തോഷമല്ലേ. പിന്നിലാക്കാന്ന് പറഞ്ഞാൽ ആ ഒരു പട്ടികയിൽ കയറിയിട്ടുണ്ടെന്നാണ്. തീർച്ചയായിട്ടും പിള്ളേർ വരട്ടെ, കളിക്കട്ടെ. അത് തന്നെ. അപ്പോ ദക്ഷിണാഫ്രിക്ക 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ടെസ്റ്റ് ലോക ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ദക്ഷിണാഫ്രിക്ക 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 59.25 പോയിന്റ് ശരാശരിയാണ് ടീമിനുള്ളത്. 61.11 പോയിന്റ് ശരാശരിയുമായി ഇന്ത്യയാണ് ഒന്നാമത്. ഞാൻ ഇതിനാണ് രഹസ്യോട് പറയണത്. ഇന്ത്യയാണ് ഒന്നാമത്, ദക്ഷിണാഫ്രിക്ക 2ാമത്. അതത്രേ ഉള്ളൂ. അപ്പൊ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ചതോടെയാണ് ലോക ചാമ്പ്യൻഷിപ്പിലുള്ള ഫൈനൽ ബെർത്തിനുള്ള പോരാട്ടം മുറുകിയിരിക്കുന്നതും. ഇവർ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 231 റൺസിനാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചത്. 516 റൺസ് വിജയലക്ഷ്യവുമായി 2ാം ഇന്നിംഗ്സ് ആരംഭിച്ച ലങ്ക 282 റൺസിന് പുറത്താകുകയായിരുന്നു. മാർക്കോ ജോൺസൺ ഇവരെ നശിപ്പിച്ചു കളഞ്ഞവരെ. നമ്മൾ സഞ്ജുവിന്റെ ഒക്കെ വിക്കറ്റ് ഇടുന്ന ഒരു മാർക്കോ ജോൺസൺ ഇല്ലേ, സഞ്ജു കഴിഞ്ഞ 6 അടിച്ച ആ പുള്ളിക്കാരനെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോ മാർക്കോ ജോൺസൺ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. പിന്നെ ഇന്ന് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ഇന്ന് പ്രീമിയർ ലീഗിൽ ഇന്ന് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. ലിവർപൂൾ ആകെ 10 ജയം, 24 ഗോള്, പാസുകൾ 2537, ഷോട്ട് 152, ടച്ചുകൾ 8648, ക്ലീൻ ഷീറ്റ് 6. അപ്പോ കളിയുണ്ട്, കാണുക. ലെസ്റ്റർ സിറ്റിയെ പരിശീലിപ്പിക്കാൻ നമ്മുടെ സ്വന്തം മിസ്റ്റർ റൂയി രംഗത്ത് വരികയാണ്. റൂഡ് വാൻ നിസ്റ്റൽ റൂയി എന്ന പരിശീലകൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ലെസ്റ്റർ സിറ്റിയെ പരിശീലിപ്പിക്കാനായിട്ട് എത്തുവാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രീമിയർ ലീഗ് ലിവർപൂൾ 2027 വരെ അദ്ദേഹമായിരിക്കും പരിശീലിപ്പിക്കുന്നത്. 12 ലീഗ് മത്സരങ്ങൾക്ക് ശേഷമാണ് കൂപ്പറിനെ ലെസ്റ്റർ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത്. 16 കളിയിലായി 10 പോയിന്റുമായി തപ്പിത്തടയുകയാണ് ടീം. 2 ജയം മാത്രമാണ് ടീമിനുള്ളത്. അവസാന 4 കളികളിൽ 3നും തോറ്റിരുന്നു. ഈ ഒരു പരിതാപകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രംഗത്ത് വരുന്നത്. നമ്മുടെ അനൂപ് ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധകനാണ്. അതെ, തീർച്ചയായിട്ടും അവനുണ്ടായിരുന്നെങ്കിൽ പക്ഷെ അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ പറ്റി കൂടുതൽ അതെ, തീർച്ചയായിട്ടും നമുക്ക് അവനെ വെച്ചോണം ചെയ്യാം. മിസ്റ്ററിയെ പറ്റി പറയാൻ വേണ്ടി തൂക്കി അടിച്ചിട്ട് പോകും. അതെ, നമ്മൾ ഇത്ര അല്ല, ചുമ്മാ അവൻ നല്ല അടിപൊളിയാണ്. അതെ, അങ്ങനെ പറഞ്ഞേക്കാം. നാളെ തൊട്ടാ വരത്തില്ല, താങ്ങാൻ പറ്റില്ല. അപ്പോൾ സ്പോർട്സ് പേജിൽ ഇനി ഒരു വാർത്തകൾ പറയാം. കേരളത്തിന്റെ ഒരു വാർത്ത, ഞങ്ങൾ പ്രീമിയർ ലീഗിലോട്ട് പോയി. സന്തോഷ് ട്രോഫി ആദ്യ മത്സരം, കേരളത്തിന്റെ ആദ്യ മത്സരം ഗോവയ്ക്കെതിരെ. അപ്പൊ ISL മാത്രമല്ല, സന്തോഷ് ട്രോഫി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടായിരുന്നെങ്കിലും കേരള ഫുട്ബോൾ ആരാധകർക്ക് ഓർമ്മയുണ്ടാവും, മറക്കാൻ പറ്റില്ല. നമ്മുടെ IM വിജയനൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ചത്, ബൈച്ചിങ് ബൂട്ടിയ, അതുപോലെ തന്നെ സന്തോഷ് ട്രോഫി ഫൈനൽ. സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിൽ കേരളത്തിന്റെ ആദ്യ മത്സരം ഗോവയ്ക്കെതിരെ. ഡിസംബർ 15 മത്സരം. ഹൈദരാബാദാണ് ആതിഥ്യം വഹിക്കുന്നത്. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ 14 ആരംഭിക്കും. ഫൈനലിൽ കേരളം ഉണ്ടാവട്ടെ.
പ്രത്യേകിച്ച് സന്തോഷ് ട്രോഫിക്ക് കേരളത്തിൽ അയക്കുമ്പോൾ നല്ലൊരു കോച്ചെങ്കിലും ബുക്ക് ചെയ്ത് അയക്കണേ പ്ലീസ്. അതായത് ട്രെയിനൊക്കെ വെറുതെ ഒരുമാതിരി അവന്മാര് മൊത്തം നെഗറ്റീവ് അടിച്ചാണ് പോണത്. ഒന്നാമത് നമ്മൾ ട്രെയിനിന്റെ അവസ്ഥ പറയണ്ടല്ലോ. കാർത്തിക് സൂര്യൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്, മറ്റേ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ ട്രെയിനിന്റെ അവസ്ഥ, ദീർഘദൂര ട്രെയിനിന്റെ ഒക്കെ അവസ്ഥ. അയ്യോ മാരകമാണ്. സെക്കൻഡ് AC ഒക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവും. ഫുഡിന്റെ കാര്യം പറയണ്ട. ഞാൻ നോക്കിയിട്ട് സൗത്ത് സൈഡ് പിന്നെ കുഴപ്പമില്ല, നോർത്ത് സൈഡിലോട്ട് പോകാൻ പറ്റില്ല. പാമ്പൊക്കെ പോവാൻ പറ്റത്തില്ല, കാരണം അമ്മാതിരിയാണ്. അവർക്ക് സെക്കൻഡ് AC പോലും തുറന്നിട്ടിരിക്കുകയാണ്. വല്ലപ്പോഴും വന്ന് എന്താ ടിക്കറ്റ് ഉണ്ടോ നമ്മൾ കുറച്ചു നേരം പുറത്താക്കുന്നു. അവന്മാരാണെങ്കിൽ മൊത്തത്തിൽ സംഘം പോലെ നിൽക്കണേ, ടിക്കറ്റ് ഇല്ലാത്തവര്. അയാളെ പിടിച്ച് വേണമെങ്കിൽ മറ്റേ ടീറ്റിനെ പുറത്തോട്ടിടും. അങ്ങനെ നടന്നല്ലോ. ടിക്കറ്റ് എക്സാം ചെയ്യാൻ വന്ന ആളെ പിടിച്ച് താഴെ ഇട്ട് അയാളെ കൊന്നിട്ട് കേസായല്ലോ. അതുകൊണ്ട് റെയിൽവേ ഒന്ന് ശ്രദ്ധിക്കണം. എന്തൊക്കെ കേരളത്തിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചൊരു സംഭവം ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. നമ്മളെ ഇന്ത്യയുടെ ട്രെയിനുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അതൊന്ന് കുറച്ചും കൂടി ബെറ്റർ ആക്കുക. അല്ലെങ്കിൽ എങ്ങനെ ട്രെയിനിനോടുള്ള ഒരു മടുപ്പ്. ഈ മൊണോപ്പൊളി സിസ്റ്റം ആയതുകൊണ്ടാണ് പ്രശ്നം തോന്നുന്നു. സത്യം. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുരന്തം കാണണമെങ്കിൽ ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു ട്രെയിൻ യാത്ര നടത്തണം. അവിടെ മുതൽ ഇവിടം വരെ അല്ലെ. അയ്യോ ഗ്രാമങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ അവസ്ഥ. ഞാൻ റീൽസിൽ കണ്ടൊരു ചെക്കൻ, കൊച്ചു പയ്യൻ പുറത്തുനിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വിദേശി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ കുറെ ആണുങ്ങൾ ഇപ്പൊ ഭയങ്കര പ്രായമുള്ള ആണുങ്ങളൊക്കെ നിപ്പുണ്ട്. അവരിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു പയ്യൻ അവൻ കൂളായിട്ടിരിക്കുന്നത്. ആ വിദേശിയാണെ പേടിച്ച് പറിച്ചിരിക്കുമ്പോ ഇവൻ കൂളായിട്ട് അവൻ നിക്കായിരുന്നു ഒട്ട് ഇതില്. മനസ്സിലായോ? അപ്പൊ ഇന്ത്യ ഇസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്. പക്ഷെ അത്രത്തോളം ദുരന്ത സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് സന്തോഷ് ട്രോഫി പോകുന്ന ടീമിന് ദയവ് നിങ്ങൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്കിലും എടുത്തു കൊടുക്കുക. എടുത്തു കൊടുക്കില്ലെന്ന് എനിക്കറിയാം, കാരണം അതിനുള്ള വരുമാനം ഒന്നും വരുമാനം ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക. കാരണം അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ പോട്ടെ, നല്ല ഫ്രഷ് ആയിട്ട് അവർ പോട്ടെ. ഓക്കെ.